So welcome back to our channel. So നമുക്കിനി പഠിക്കാനുള്ളത് മൊഡ്യൂൾ 2 ആണ്. അല്ല മൊഡ്യൂൾ 2 അല്ല മൊഡ്യൂൾ 3 സോറി. മൊഡ്യൂൾ 3യുടെ ബാക്കി ടോപ്പിക്സ് ആണ് നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 3ലെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ കവർ ചെയ്തു എന്താണ് യൂണിയൻ എക്സിക്യൂട്ടീവ്. ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. സോ നമുക്കിനി പഠിക്കാനുള്ളത് ദ പാർലമെന്റ്. സിലബസിലെ മൊഡ്യൂൾ 3ലെ സിലബസിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ദ പാർലമെന്റ്. സോ ഇനി പാർലമെന്റിലെ രണ്ട് ഹൗസസിനെ പറ്റിയൊക്കെയാണ് ഈ വീഡിയോ. സോ നോക്കാം എന്താണ് പാർലമെന്റ്. The Parliament is the legislative organ of the Union government. The Union നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ് ഓർഗൻ ആണ് പാർലമെന്റ്. ഓക്കെ. Article 79 to 122 in Part 5 of the Constitution deal with the organization, composition, duration, offices, procedures, privileges, powers of the Parliament. So, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 5ാമത്തെ പാർട്ടിൽ 79 മുതൽ 122 ആർട്ടിക്കിൾ വരെ നമ്മുടെ ഈ പാർലമെന്റിന്റെ ഓർഗനൈസേഷനും കോമ്പോസിഷനും ഡ്യൂറേഷനും ഓഫീസേഴ്സിനെ പറ്റിയും പ്രൊസീജിയേഴ്സിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ ആൻഡ് കോമ്പോസിഷൻ ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ കോമ്പോസിഷനും ഓർഗനൈസേഷനും എങ്ങനെയാണെന്ന് പറയാം. അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ പാർലമെന്റ് the Parliament of India consists of 3 parts. മൊത്തത്തിൽ നമുക്ക് 3 പാർട്ടായിട്ടാണ് നമ്മുടെ പാർലമെന്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ദ പ്രസിഡന്റ്, ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദ ഹൗസ് ഓഫ് ലോക്സഭ. അതായത് പ്രസിഡന്റ്, ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് രാജ്യസഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ ആണ് ലോക്സഭ. അങ്ങനെ മൊത്തത്തിൽ 3 പാർട്ട്. ഫസ്റ്റ് വൺ പ്രസിഡന്റ്, സെക്കൻഡ് വൺ രാജ്യസഭ ആൻഡ് തേർഡ് വൺ ലോക്സഭ. അങ്ങനെ മൊത്തം നമുക്ക് എത്ര പാർട്ടുണ്ട് പാർലമെന്റിൽ? 3 പാർട്ടുണ്ട്. ഫസ്റ്റ് വൺ രാജ്യസഭ നോക്കാം. രാജ്യസഭ ഈസ് ദ അപ്പർ ഹൗസ്. രാജ്യസഭയാണ് അപ്പർ ഹൗസ് അല്ലെങ്കിൽ സെക്കൻഡ് ചേംബർ ഓർ ദ ഹൗസ് ഓഫ് ദ എൽഡേഴ്സ്. ആൻഡ് ദ ലോക്സഭ ഈസ് ദ ലോവർ ഹൗസ്. നമുക്കറിയാം ലോക്സഭയാണ് എന്ത് ലോവർ ഹൗസ്. ഫസ്റ്റ് ചേംബർ ഓർ പോപ്പുലർ ഹൗസ് എന്ന് പറയും. Though the President of India is not a member of either house of the Parliament, he is an integral part of the Parliament. രണ്ട് ഹൗസസിന്റെ മെമ്പർ അല്ലാത്തതുകൊണ്ട് തന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പാർലമെന്റിലെ ഒരു ഇന്റഗ്രൽ പാർട്ട് തന്നെയാണ്. This is because a bill passed by both houses of Parliament cannot become law without the president assent. അതായത് ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ പാർലമെന്റിലെ രണ്ട് ഹൗസസിൽ നമുക്ക് ഒരുമിച്ച് ബില്ല് പാസ്സാക്കാൻ പറ്റത്തില്ല. വിത്തൗട്ട് പ്രസിഡന്റിന്റെ അസന്റ് ഇല്ലാതെ നമുക്കൊരു ബില്ല് പാസ്സാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് പാർലമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പാർട്ടാണ് ആര് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇന്റഗ്രൽ പാർട്ടാണ് പ്രസിഡന്റ്. സോ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് രാജ്യസഭ അപ്പർ ഹൗസിനെ പറ്റിയാണ്. ദ കോമ്പോസിഷൻ ഓഫ് രാജ്യസഭയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ ഈസ് ഫിക്സ്ഡ് അറ്റ് 250 മെമ്പേഴ്സ് ആണ് രാജ്യസഭ അത് മാക്സിമം കൊടുത്തിട്ടുള്ളത്. മാക്സിമം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 250 ആണ്. ഔട്ട് ഓഫ് വിച്ച് 238 ആർ ടു ബി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ സ്റ്റേറ്റിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും 238 ആൻഡ് ദ യൂണിയൻ ടെറിട്ടറീസിന്റെ ആയിരിക്കും and the union territories elected indirectly and 12 are nominated by the president. പിന്നെ ഉള്ളത് യൂണിയൻ ടെറിട്ടറീസിലെ എലക്റ്റഡ് മെമ്പേഴ്സും പിന്നെ 12 നോമിനേഷൻ ബൈ ദ പ്രസിഡന്റും ആയിരിക്കും. ഇനി റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സിന്റെ റെപ്രസെൻറ്റേഷൻ നോക്കാം. The representation of the states in Rajya Sabha are elected by the elected members of State Legislative Assembly. State Legislative Assemblyയുടെ elected ആയിട്ടുള്ള members ആയിരിക്കും രാജ്യസഭയിലെ representatives-നെ elect ചെയ്യുന്നത്. The seats are allotted to the states in the Rajya Sabha on basis of population. Population basis ആയിരിക്കും seats allocate ചെയ്യുന്നത്. Representation of Union Territories. ഇനി പറയാൻ പോണ Representation of Union Territories ആണ്. The representatives of each Union Territory in the Rajya Sabha are indirectly elected by the members of Electoral College. So, Union Territoriesലെ representatives elect ചെയ്യുന്നത് indirectly ആണ്. അതായത് not by the people, by the Electoral College-കാരായിരിക്കും representatives-നെ elect ചെയ്യുന്നത്. നോമിനേറ്റഡ് മെമ്പേഴ്സ് വന്നിട്ട് ദ പ്രസിഡന്റ് ആയിരിക്കും നോമിനേറ്റ്. അതായത് 12 മെമ്പേഴ്സിനെ ആയിരിക്കും രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത്. ഹു ഹാവ് സ്പെഷ്യൽ നോളജ്. അതെങ്ങനെയാണ് നോമിനേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ്സ് ഇൻ ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ് ആൻഡ് സോഷ്യൽ സർവീസ്. സയൻസിലോ ലിറ്ററേച്ചറിലോ ആർട്ടിലോ മികവ് പുലർത്തിയ ആൾക്കാർക്കായിരിക്കും 12 നോമിനേഷൻസ് പ്രസിഡന്റ് ഡയറക്ട്ലി കൊടുക്കുക. ദ tenure ഓഫ് ദ അപ്പർ ഹൗസ് ഇസ് 6 years. The Rajya Sabha first constituted in 1952. ആദ്യമായി രാജ്യസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1952-ലാണ്. It's a continuing and permanent body and not subject to dissolution.
സോ നമുക്കിനി പഠിക്കാം ഇത്രയേ ഉള്ളൂ രാജ്യസഭയിലെ കാര്യം പറഞ്ഞു. മെയിൻലി രാജ്യസഭയുടെ കോമ്പോസിഷനിൽ 3 എണ്ണം ഉണ്ട്. അതായത് മൊത്തം 250 മാക്സിമം സ്ട്രെങ്ത്. അതിൽ 238 റെപ്രസെൻറ്റേഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആയിരിക്കും. ബാക്കിയുള്ളത് 12 എണ്ണം നോമിനേഷൻ ബൈ ദ പ്രസിഡന്റ്, ബാക്കിയുള്ളത് യൂണിയൻ ടെറിട്ടറീസും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോന്നും നമ്മൾ പഠിച്ചു. റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എങ്ങനെയാണെന്ന് പഠിച്ചു, റെപ്രസെൻറ്റേഷൻ ഓഫ് ദ യൂണിയൻ ടെറിട്ടറി പഠിച്ചു, റെപ്രസെൻറ്റേഷൻ ഓഫ് ദ നോമിനേറ്റ് മെമ്പേഴ്സും പഠിച്ചു. ഇത് ഇത്രയേ ഉള്ളൂ രാജ്യസഭയുടെ കോമ്പോസിഷൻ. നമുക്കിനി പഠിക്കുന്നത് ലോക്സഭയുടെ കോമ്പോസിഷനാണ്. ലോക്സഭ അല്ലെങ്കിൽ ലോവർ ഹൗസ്. Composition of Lok Sabha നോക്കാം. The maximum strength of the Lok Sabha is fixed at 552. So 552 ആണ് Lok Sabhയുടെ maximum strength. Out of this 530 members are to be representative state. അപ്പോൾ സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് 530 മെമ്പേഴ്സ് ഉണ്ട്. 20 members are to be representatives of the Union Territory. Union Territory 20 members ഉണ്ട്. And 2 members are to be nominated by the President from Anglo-Indian Community. Anglo-Indian Communityയിൽ നിന്ന് 2 മെമ്പേഴ്സിനെ പ്രസിഡന്റും നോമിനേറ്റ് ചെയ്യും. സോ ഇതാണ് ലിറ്ററലി മൊത്തത്തിലുള്ള കോമ്പോസിഷൻ ഓഫ് ലോക്സഭ. Its normal term is 5 years from the date of first meeting after the general election. General electionൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് 5 വർഷമാണ് ഇതിൻ്റെ നോമിനൽ ടേം വന്നിട്ട്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബൈ വൺ നോക്കാം. റെപ്രസെൻറ്റേഷൻ സ്റ്റേറ്റ്സ് നോക്കാം. The representatives of the state in Lok Sabha are directly elected by the people from territorial constituents in states. അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് നമ്മൾ പറഞ്ഞില്ലേ, എലക്ഷൻ ബൈ ദ പീപ്പിളിൻ്റെ എലക്ഷൻ വഴിയാണ് ലോക്സഭയിലായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യുന്നത്. Representation of Union Territories വന്നിട്ട് the Constitution has empowered the Parliament to choose representatives of Union Territories. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എംപവർ ചെയ്ത് പാർലമെൻറ്റ് തന്നെ ചൂസ് ചെയ്യുന്നതാണ് യൂണിയൻ ടെറിട്ടറീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്. അതിൽ എലക്ഷൻ ഇല്ല. യൂണിയൻ ടെറിട്ടറീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് പാർലമെൻറ്റ് തന്നെ ചൂസ് ചെയ്യും. നോമിനേറ്റഡ് മെമ്പേഴ്സ് വന്നിട്ട് ദ പ്രസിഡന്റ് ആയിരിക്കുമല്ലോ. പ്രസിഡന്റ് ക്യാൻ നോമിനേറ്റ് 2 members ഫ്രം Anglo-Indian Community. Anglo-Indian കമ്മ്യൂണിറ്റിയിൽ നിന്ന് 2 മെമ്പേഴ്സിനെ ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. സോ ഈ 3 കോമ്പോസിഷൻ, അത് ലോക്സഭയുടെ കോമ്പോസിഷനിലെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്ന 3 ഫോംസാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയാണ് ലോക്സഭ മെയിൻലി പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട മെമ്പർഷിപ്പ് ഓഫ് ദ പാർലമെൻറ്റ്, അതായത് രാജ്യസഭയുടെയും ലോക്സഭയുടെയും ഒരേപോലത്തെ ക്വാളിഫിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. The Constitution lays down the following qualifications for the person to be chosen a member of parliament. അതായത് MP, പാർലമെൻറ്റിലെ മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത്. MP he must be a citizen of. ഫസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, ഏതൊരു നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതൊരു എക്സിക്യൂട്ടീവ് മെമ്പറോ അല്ലെങ്കിൽ എന്തൊരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആവണമെങ്കിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ he must be a citizen of India. ഇന്ത്യയുടെ സിറ്റിസൺ ആയിരിക്കണം. he must be not less than 30 years of age in case of രാജ്യസഭ and not less than 25 years of age in case of ലോക്സഭ. രാജ്യസഭയുടെ കേസിലാണെങ്കിൽ 30 വയസ്സിൽ കുറയാൻ പാടില്ല, 30 വയസ്സെങ്കിലും കംപ്ലീറ്റ് ആയിരിക്കണം. ലോക്സഭയാണെങ്കിൽ 25 years ആണ് ഏജ് ലിമിറ്റ്. He must be the member of a scheduled caste or scheduled tribe in any state or union territory. He or she must be scheduled caste, അതായത് SC/ST ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കണം, or union territory. If he wants to contest a seat reserved for seat reservation scheduled casteനെയും scheduled tribeനെയും അനുസരിച്ചായിരിക്കും. ഓക്കെ, ഇനിയുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ. നമ്മൾ ക്വാളിഫിക്കേഷൻസ് പഠിച്ച് മെയിൻലി ഇത്രയേ ഉള്ളൂ. 3 ക്വാളിഫിക്കേഷൻസ് ആണ് മെയിൻലി രാജ്യസഭയുടെയും ലോക്സഭയുടെ മെമ്പേഴ്സിനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ. Under the Constitution, a person shall be disqualified for being elected as a member of parliament. അതായത് പാർലമെൻറ്റിലെ മെമ്പർ ആയിരിക്കുമ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. If he is of unsound mind and stands so declared by the court, അല്ല കോർട്ടിൻ്റെ എന്തെങ്കിലും ഡിക്ലറേഷനോ അൺസൗണ്ട് മൈൻഡോ ആണെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. he is not a citizen of India or has voluntarily acquired citizenship of a foreign state, അല്ലെങ്കിൽ ഫോറിൻ സ്റ്റേറ്റിൻ്റെ സിറ്റിസൺഷിപ്പ് കിട്ടുകയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സിറ്റിസൺ അല്ലെങ്കിലോ ഡിസ്ക്വാളിഫിക്കേഷൻ വരാം. if he is so disqualified under any law made by പാർലമെൻറ്റ് തന്നിരിക്കുന്ന ഏതെങ്കിലും ലോ വഴി ഡിസ്ക്വാളിഫിക്കേഷൻ വരാം. So, he must not have been found guilty of certain election offences or corrupt practices in election. അതായത് ഇലക്ഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും കറപ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസസോ ഗിൽറ്റിയോ അങ്ങനെയെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ച് അത് ഡിസ്ക്വാളിഫിക്കേഷന് വരും. he must not have been convicted for any offence resulting in imprisonment for 2 or more. 2 കൂടുതൽ വർഷമോ ജയിലിലാവുകയോ എന്തെങ്കിലും കേസിൻ്റെ എന്തെങ്കിലും ഒഫൻസ് കാരണം കോർട്ട് ഇംപ്രിസൺ ആക്കി അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അല്ലെങ്കിൽ he must not have dismissed from the government service for corruption or dislocated. അതിപ്പോൾ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കറപ്ഷൻ
അബ്ജക്ഷനോ ഡിസ്ലോയാലിറ്റിയോ സ്റ്റേറ്റിനോട് കാണിച്ചാൽ അതും ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരിക്കും ഫോർ ബീയിങ് എലക്റ്റഡ് ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് മെയിനായിട്ടുള്ളത് ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റാണ്. നമുക്ക് പാർലമെൻറ്റ് മെയിൻലി 7 ഫങ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. പാർലമെൻറ്റിൻ്റെ മെയിൻ 7 ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. 7 ഫങ്ഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്. 1 by 1 നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ വന്നിട്ട് ലെജിസ്ലേറ്റീവ് പവർ ആൻഡ് ഫങ്ഷൻസ്. The primary function of the parliament is to make laws for the governance of country. നമ്മുടെ കൺട്രിയുടെ ഗവർണൻസിന് വേണ്ടി ലോ ഉണ്ടാക്കുന്നതാണ്, ലോസ് മേക്ക് ചെയ്യാണ് ഫസ്റ്റ് പ്രൈമറി ഫങ്ഷൻ ഓഫ് പാർലമെൻറ്റ്. Second one, executive powers and functions. It also supervises the activities of the executive with the help of the committees like Committee on the Government Assurance, Committee on Subordinate Legislation, Committee on Petitions. അതായത് എക്സിക്യൂട്ടീവ് ആയ പവേഴ്സ്, അതായത് സൂപ്പർവൈസസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കമ്മിറ്റീസ്. അതാണ് എക്സിക്യൂട്ടീവ് പവർ ആൻഡ് ഫങ്ഷൻ. നെക്സ്റ്റ് വന്നിട്ട് ഫിനാൻഷ്യൽ പവർ ആൻഡ് ഫങ്ഷൻ. ഫിനാൻഷ്യൽ പവർ ആൻഡ് ഫങ്ഷനിൽ ദ എനാക്ട്മെൻറ്റ് ഓഫ് ദ ബഡ്ജറ്റ്, ടാക്സ് ആൻഡ് മാറ്റേഴ്സ്, അതായത് ടാക്സിൻ്റെയും മാറ്റേഴ്സിൻ്റെയും എനാക്ട്മെൻറ്റ് ആയിരിക്കും ഫിനാൻഷ്യൽ പവറിൽ വരിക. നെക്സ്റ്റ് ഫംഗ്ഷൻ വന്നിട്ട് കോൺസ്റ്റൻറ്റ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻ, അതായത് അമെൻഡ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർസ് കൺസെൻറ്റ് ഫ്രം ദ പാർലമെൻറ്റ്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും അമെൻഡ്മെൻറ്റ് വരുമ്പോൾ അത് പാർലമെൻറ്റിൻ്റെ കൺസെൻറ്റും കൂടി റിക്വയർ ആണ്. അതാണ് കോൺസ്റ്റൻറ്റ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ ജുഡീഷ്യൽ പവർ ആൻഡ് ഫങ്ഷൻ. ഇംപീച്ച് ദ പ്രസിഡന്റ്, റിമൂവൽ ഓഫ് ദ വൈസ് പ്രസിഡന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റും റിമൂവൽ ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഒക്കെ പാർലമെന്റിലെ മെമ്പേഴ്സിന്റെ ഒരു ഇതാണ്, അവരുടെ ഒരു പാർലമെന്റിന്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇംപീച്ച്മെന്റ്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത് ജുഡീഷ്യൽ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് വന്നിട്ട്. സിക്സ്ത് വൺ ഇലക്ടോറൽ പവേഴ്സ് ആൻഡ് ഫങ്ഷൻ. എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ആണ് മെയിൻലി ഇലക്ടോറൽ പറയുന്നത്. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മെയിൻലി എലക്ട് ചെയ്യുന്ന ആര്? ഇലക്ടോറൽ കോളേജിലെ മെമ്പേഴ്സ്. ഇലക്ടോറൽ കോളേജിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? രാജ്യസഭയിൽ, ലോക്സഭയിൽ, അതായത് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് ആണ് ഇലക്ടോറൽ കോളേജിലെ മെമ്പേഴ്സ്. സോ അവരാണ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. അതാണ് ഇലക്ടോറൽ പവേഴ്സ്. ലോക്സഭ elects its speaker and deputy speaker while രാജ്യസഭ elects its deputy chairman. ലോക്സഭ സ്പീക്കറിനെ എലക്ട് ചെയ്യും, അതേപോലെ ഡെപ്യൂട്ടി സ്പീക്കറിനെ എലക്ട് ചെയ്യും, രാജ്യസഭയെ ഡെപ്യൂട്ടി ചെയർമാനെ എലക്ട് ചെയ്യുന്നത്. അതർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് വന്നിട്ട് അപ്രൂവ്സ് ഓൾ ദ 3 types ഓഫ് എമർജൻസി. 3 type ഓഫ് എമർജൻസീസ് മെയിൻലി അപ്രൂവ് ചെയ്യും. അതായത് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഏരിയ, അല്ലെങ്കിൽ ഓൾട്ടർ ദ ബൗണ്ടറീസ് ആൻഡ് ചേഞ്ച് ദ നെയിംസ് ഓഫ് ദ സ്റ്റേറ്റ് ഓർ ഇന്ത്യ. നമ്മൾ നേരത്തെ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ഏരിയ ഇൻക്രീസോ ഡിക്രീസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബൗണ്ടറീസോ, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സ്റ്റേറ്റിൻ്റെ ഫോർമേഷനോ നെയിംസോ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള ഫങ്ഷൻസും പവേഴ്സും ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട്. സോ ഇതാണ് മെയിൻലി ആയിട്ട് 7 ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോ സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. നെക്സ്റ്റ് വീഡിയോ ഇനി നമുക്ക് പഠിക്കാനുള്ള ഇതിൻ്റെ ബാക്കി ജുഡീഷ്യറിയെ പറ്റിയാണ്. ഇനി ബാക്കിയുള്ള ഈ ബോഡികളുടെ ബാക്കി പോർഷൻ വന്നിട്ട് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. സോ ദെൻ ബൈ, താങ്ക് യു.